ഇന്നത്തെ സ്പെഷ്യൽ റംബുട്ടാൻ പുളിശ്ശേരി. പക്ഷെ ഇൻഗ്രീഡിയൻസ് എല്ലാം കടയിലാണ്. അപ്പൊ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി വന്നു. കിച്ചൺ ക്ലീൻ ആക്കി സാധനങ്ങളൊക്കെ അതാത് പാത്രങ്ങളിൽ ഇട്ടു വെച്ചു. റംബുട്ടാൻ ക്ലീൻ ആക്കാൻ എടുത്തു വെച്ചു. ഒറ്റയടിക്ക് ഒരു തേങ്ങയും പൊട്ടിച്ചു. അതിന്റെ ക്ഷീണം തീർക്കാൻ പാൽ കുടിക്കുന്നതിന് കൂടെ കുറച്ച് കോൺഫ്ലക്സ് കൂടി ഇട്ടു. മുറിക്കുള്ളിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഇടയിൽ കയറി ഞാൻ ഒരു അടിയും വാങ്ങിച്ചു. ഇതൊക്കെ എടുക്കാൻ പോയതാ. വെളുത്തുള്ളി പൊളിക്കാൻ ഈ ഒരു മെത്തേഡ് നോക്കി വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്രെഡിറ്റ്സ് ഗോസ് ടു മൈ കസൻ. റംബുട്ടാൻ എല്ലാം പൊളിച്ചു വന്നപ്പോൾ കടുകിന്റെ വലുപ്പത്തിൽ ആകെ ഒരു 6-7 എണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും പങ്കുപറ്റാൻ വന്ന ഇവനെ ഞാൻ എടുത്ത് തിരിച്ചു വീട്ടിൽ വിട്ടു. വെറും കൈയോടെ അല്ല, വിത്ത് പഞ്ചസാര. മീൻകറിക്ക് ശേഷം മൺചട്ടി വീണ്ടും വെട്ടം കണ്ടു. ഒന്നുമില്ല, ചട്ടി ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം റംബുട്ടാനും 2 പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി മൂടി വെക്കണം. മധുരത്തിന് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പിന് വേണ്ടി ചിരകിയ തേങ്ങ, ഒരു നുള്ളു ജീരകം, ചെറിയ 3 വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് വെന്ത് കിടക്കുന്ന റംബുട്ടാന്റെ മുകളിൽ ഒഴിക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിം വേണ്ട, എല്ലാം ലോ ഫ്ലെയിമിൽ. അരപ്പൊഴിച്ച് വെള്ളവും ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തിളച്ചാൽ പണി പാളും. ഇനി തൈരൊഴിച്ചിളക്കാം. എരിവും മധുരവും പുളിയും എല്ലാം പാകം. കടുക് പൊട്ടിക്കുമ്പോൾ തിളച്ച എണ്ണയിലിടാൻ 3 വറ്റൽമുളകിനെ ഞാൻ സെലക്ട് ചെയ്തു. കടുകിനെയും ഉലുവയും ഒരുമിച്ചിട്ട് പൊട്ടിച്ച ശേഷം കൊത്തിയെറിഞ്ഞ സവാളയെയും തണ്ടൊടിഞ്ഞ കറിവേപ്പിലയും വിധി കാത്തു കിടന്ന വറ്റൽമുളകിനെയും 2ആയി പിളർത്തി ഞാൻ എണ്ണയിലിട്ട് മൂപ്പിച്ചു. എന്നിട്ട് എല്ലാം കൂടി മൺചട്ടിയിലേക്ക് ഒഴിച്ചു. റംബുട്ടാൻ പോലും അറിയാതെ വേണം മിക്സ് ചെയ്യാൻ. ടേസ്റ്റ് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിക്കോ. ഇത്രയുള്ളൂ, സിമ്പിൾ. ഒരു പരീക്ഷണം നടത്താനെന്ന് പറഞ്ഞാണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത്. പരീക്ഷണ വിജയം പങ്കുവയ്ക്കാൻ കുറച്ച് അവർക്കും കൊടുക്കാം.